നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രം ശ്ലോകം 11. ഹരിദ്ശ്വാസഹസ്രാർച്ചി സപ്തസപ്തിർ മരീചിമാൻ തിമിരോന്മദന ശംഭുസ്തുഷ്ട മാർത്താണ്ഡവാംശുമാൻ. ആദിത്യൻ ഹരിദ്ശ്വനാണ്, സഹസ്രാംശുവാണ്, സപ്തസപ്തിയാണ്. മരീചിമാനും അന്ധകാരമകറ്റുന്നവനുമാണ്. ശംഭുവാണ് ആദിത്യൻ. ത്വഷ്ടാവും മാർത്താണ്ഡനും അംശുമാനുമാണ്. ആദിത്യൻ മേൽപ്പറഞ്ഞവർ ഒക്കെയാണ്. ആരാണിവരൊക്കെ എന്ന് നോക്കാം. തൻ്റെ ആയിരക്കണക്കിന് രശ്മികളാൽ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ആദിത്യൻ. എവിടെയുമുണ്ട് ആദിത്യൻ്റെ സാന്നിധ്യം. ഇന്ദ്രിയങ്ങളുടെ കർമ്മശേഷി ആദിത്യനാണ്. ഇരുളിനെ അകറ്റുന്നവനുമാണ്. ആനന്ദത്തെ, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു ആദിത്യൻ. എല്ലാ വിധത്തിലുള്ള ദൗർഭാഗ്യങ്ങളെയും ദൂരീകരിക്കുന്നു. ജീവനെ പ്രദാനം ചെയ്യുന്നു. ഈ ധർമ്മങ്ങളുടെ പേരുകളാണ് മേൽപ്പറഞ്ഞവയെല്ലാം. ഹരിദ്ശ്വൻ എല്ലാ ഗ്രഹങ്ങളിലേക്കും പ്രകാശം നൽകുന്ന ഏറ്റവും വലിയ നക്ഷത്രമാണ്. സഹസ്രാർച്ചി അഥവാ സഹസ്രാംശു ആയിരക്കണക്കിന് രശ്മികളോട് കൂടിയവനാണ്. സപ്താശ്വങ്ങൾ വലിക്കുന്ന തേരിൽ സഞ്ചരിക്കുന്നവനാണ് ആദിത്യൻ. അശ്വങ്ങൾ ഇന്ദ്രിയങ്ങളുമാണ്. ഇന്ദ്രിയനാഥനാണ് സൂര്യൻ. മരീചി ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മഹർഷിയാണ്. മരീചി, അംഗിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു എന്നിവരാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ. മരീചിയുടെ പുത്രനാണ് കശ്യപൻ. അന്ധകാരത്തെ സൂര്യൻ അകറ്റുന്നു. മേധയെ പ്രചോദിപ്പിക്കുന്നു ആദിത്യൻ. കശ്യപപുത്രനായിട്ടുള്ള ത്വഷ്ടാവിൻ്റെ പൗത്രനാണ് ശംഭു. ത്വഷ്ടാവ് കശ്യപപുത്രനാണ്. ത്വഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപന് 11 പുത്രന്മാരുണ്ടായി. ഹരൻ, ബഹുരൂപൻ, ത്രംബകൻ, അപരാജിതൻ, വൃഷാകപി, ശംഭു, കബർത്തി, രൈവതൻ, മൃഗവ്യാധൻ, സർപ്പൻ, കപാലി എന്നിവർ. ഇവരാണ് ഏകാദശ രുദ്രന്മാർ. ജീവിതത്തിൻ്റെ കഷ്ടതകളെ, പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കുന്ന മാർത്താണ്ഡനും പ്രകാശകിരണങ്ങളുടെ പ്രയോക്താവായ അംശുമാനുമാണ്